ഇനി നിങ്ങൾക്ക് ഒരു കാറ് റിവേഴ്സിൽ വെറും 3 അല്ലെങ്കിൽ 4 സ്റ്റെപ്പിലൂടെ തിരിച്ചെടുക്കാനായിട്ടുള്ള ഒരു ട്രിക്ക് നിങ്ങളെ കാണിച്ചു തരാം. ഹൈ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഡ്രൈവിംഗ് ടിപ്സ് എന്ന് പറയുന്നത് വാഹനം ഓടിച്ചു തുടങ്ങുന്നവർക്കും അതുപോലെ തന്നെ വാഹനം സ്ഥിരമായിട്ട് ഓടിക്കുന്നവർക്കും ഗുണം ചെയ്യുന്ന 1-2 വളരെ പ്രധാനപ്പെട്ട ട്രിക്കുകളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. പതിവ് പോലെ തന്നെ വണ്ടി ഓടിച്ച് നിങ്ങളെ കാര്യങ്ങൾ കാണിച്ചു തരാം. അതായത് ഒരു വാഹനം നന്നായിട്ട് ഓടിച്ചു തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു വണ്ടി തിരിക്കുക എന്നുള്ളത്, പ്രത്യേകിച്ചും റിവേഴ്സിൽ തിരിക്കുക എന്നുള്ളത് എളുപ്പമുള്ളൊരു കാര്യമാണ്. ഡ്രൈവിങ്ങിലെ എല്ലാ കാര്യങ്ങളും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയും. എന്നാൽ വണ്ടി ഡ്രൈവ് ചെയ്ത് തുടങ്ങുന്ന ഒരു ബിഗിനറിനെ സംബന്ധിച്ച് ഒരു വണ്ടി റിവേഴ്സിൽ തിരിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ഒരു വാഹനം റിവേഴ്സിൽ വെറും 4 സ്റ്റെപ്പിലൂടെ തിരിക്കാനായിട്ടുള്ള ഒരു ട്രിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. അതായത് നിങ്ങൾക്ക് ഇവിടെ ഒരു ഗിയർ ബോക്സിൻ്റെ ഇമേജ് കാണാനായിട്ട് സാധിക്കും. ഇത് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് 5 ഗിയറും പുറകോട്ട് ഇടാനായിട്ടുള്ള റിവേഴ്സ് ഗിയർ ഉൾപ്പെടെ 6 ഗിയർ, അത്തരത്തിലുള്ള ഒരു ഗിയർ ബോക്സിൻ്റെ ഇമേജാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഈ മേൽഭാഗത്ത് കുറേയധികം ഗിയറുകൾ കാണാം. ഈ തൊട്ട് അടിഭാഗത്തും ഗിയറുകൾ കാണാം. അപ്പം നമ്മുടെ ഈ റിവേഴ്സ് ഗിയർ എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഹനത്തിൻ്റെ റിവേഴ്സ് ഗിയർ വരുന്നത്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വണ്ടിയുടെ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എൻജിനിൽ നിന്ന് വരുന്ന പവറാണ് ഗിയർ ബോക്സിലേക്ക് എത്തിയിട്ട് നമുക്ക് വീലുകളിലേക്ക് എത്തുന്നത്. അപ്പോൾ അത് നമ്മുടെ വണ്ടിയുടെ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഒരു പവർ ഈ ഒരു മെയിൻ ഷാഫ്റ്റ് വഴി, ഇത് മെയിൻ ഷാഫ്റ്റ് എന്നാണ് പറയുന്നത്, ഈ ഒരു മെയിൻ ഷാഫ്റ്റ് വഴി നമുക്ക് ഔട്ട്പുട്ട് ഷാഫ്റ്റിലേക്കാണ് എത്തുന്നത്. അപ്പോൾ ഈ മെയിൻ ഷാഫ്റ്റിൽ കുറേ അധികം ഗിയറുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഗിയർ ഉണ്ട്, സെക്കൻഡ് ഉണ്ട്, തേർഡ് ഉണ്ട്, ഫോർത്ത് ഉണ്ട്, ഫിഫ്ത്ത്, റിവേഴ്സ്, അങ്ങനെ എല്ലാ ഗിയറുകളും ഉണ്ട്. അപ്പം ഈ ഒരു മെയിൻ ഷാഫ്റ്റും അതിനോടൊപ്പം തന്നെ ഈ തൊട്ടടിഭാഗത്തായിട്ട് നമുക്കൊരു കൗണ്ടർ ഷാഫ്റ്റും കാണാം. അപ്പോൾ ഇവിടെയും കുറച്ച് ഗിയറുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവ തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഈ ഒരു മെയിൻ ഷാഫ്റ്റിൽ കുറേ അധികം ഗിയറുകളുണ്ട്. എന്നാൽ ഈ വണ്ടിയുടെ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഗിയറുകളെല്ലാം ഈ മെയിൻ ഷാഫ്റ്റിൽ ഫ്രീ ആണ്. എന്നാൽ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഗിയർ ലോക്ക് നിങ്ങൾക്ക് കാണാം. അതെ, ഇത് ഗിയർ ലോക്കാണ്, ഇതെല്ലാം ഗിയറുമാണ്. ഇത് ഗിയറാണ്, ഇത് ഗിയറാണ്, ഇത് ഗിയർ ലോക്കാണ്. അപ്പോൾ ഈ ഗിയർ ലോക്കാണ് ഓരോ ഗിയറിലേക്ക് മാറിയിട്ട് നമ്മൾ ഇന്ന ഗിയറിൽ പോകണമെന്ന് തീരുമാനമെടുക്കുക. എന്നാൽ ഈ കൗണ്ടർ ഷാഫ്റ്റിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഈ കൗണ്ടർ ഷാഫ്റ്റിലുള്ള ഈ ഗിയറുകൾ ഓൾറെഡി ഈ ഷാഫ്റ്റുമായിട്ട് കണക്ട് ചെയ്താണ് കിടക്കുന്നത്. അപ്പോൾ ഈ ഷാഫ്റ്റ് എങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു, ആ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് കണക്ട് ചെയ്ത് കിടക്കുന്നതുകൊണ്ട്, അതായത് ഇതുമായിട്ട് മെഷ് ചെയ്ത് കിടക്കുന്നതുകൊണ്ട് ഇതും റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുന്നു. പക്ഷേങ്കിൽ ഈ ഒരു ഭാഗത്ത് വരുന്ന ഗിയറുകൾ ഫ്രീ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു ഭാഗത്താണ് നമ്മളുടെ വാഹനത്തിൻ്റെ റിവേഴ്സ് ഗിയർ വരുന്നത്. റിവേഴ്സ് ഗിയർ. അപ്പോൾ ഈ റിവേഴ്സ് ഗിയറിൻ്റെ ഈ ഒരു ഭാഗം ഓൾറെഡി റൊട്ടേറ്റ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്നാൽ എങ്ങനെയാണ് നമ്മളൊരു വാഹനത്തിൻ്റെ റിവേഴ്സ് ഗിയർ പ്രോപ്പറായിട്ട് ഇടുന്നത്? റിവേഴ്സ് ഗിയർ പ്രോപ്പറായിട്ട് ഇടുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക, ഒരു സൈഡിലേക്ക് ഇത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ നമ്മൾ ഫോർവേഡ് പോകുന്ന സമയത്ത്. അപ്പം റിവേഴ്സിലേക്ക് നമുക്ക് തിരിച്ചു പോകേണ്ട സാഹചര്യങ്ങളിൽ ഈ ഒരു കൗണ്ടർ ഷാഫ്റ്റിൻ്റെയും അതോടൊപ്പം തന്നെ മെയിൻ ഷാഫ്റ്റിൻ്റെയും ഗിയറിൻ്റെ ഇടഭാഗത്തായിട്ട്, അതായത് റിവേഴ്സ് ഗിയറിൻ്റെ ഇടഭാഗത്തായിട്ട് ഒരു ഐഡിയൽ ഗിയർ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഐഡിയൽ ഗിയറാണ് നമ്മളുടെ വാഹനത്തിൻ്റെ റിവേഴ്സിലേക്ക് ഇടാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. അത് ഇതിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഞാൻ നിങ്ങൾ ഈ ഒരു ഇമേജ് കാണിച്ചു തന്നതിൻ്റെ പിന്നിലെ കാര്യം, പല ആൾക്കാർക്കുള്ളൊരു സംശയമാണ്, ഒരു വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ റിവേഴ്സ് ഗിയറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഗിയർ ബോക്സിന് കംപ്ലൈൻറ്റ് വരില്ലേ? തീർച്ചയായിട്ടും ഗിയർ ബോക്സിന് കംപ്ലൈൻറ്റ് വരും. നമ്മൾ റിവേഴ്സ് ഗിയർ ഇടാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ, ഓട്ടത്തിൽ ഇടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് വരും. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും റിവേഴ്സ് ഗിയറിലേക്ക് വീഴത്തില്ല. നമ്മളറിയാതെ നമ്മളുടെ കൈയൊന്ന് തട്ടി ഗിയർ ഒന്ന് മാറി റിവേഴ്സിലേക്ക് ഇടാൻ ശ്രമിക്കുമ്പോൾ തന്നെ നമ്മളുടെ മെയിൻ ഷാഫ്റ്റിലും കൗണ്ടർ ഷാഫ്റ്റിലുമുള്ള ഗിയറുകൾ തമ്മിൽ കൃത്യമായിട്ടുള്ള രീതിയിലല്ല അത് കണക്ട് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് ഈ ടീത്തുകൾ തമ്മിൽ ഒരഞ്ഞിട്ടൊരു സൗണ്ടാണ് വാഹനത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് പലപ്പോഴും അത് ഉണ്ടായിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഗിയർ വീഴുമെന്നുള്ളൊരു പേടി നമുക്ക് വേണ്ട. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പല ആൾക്കാർക്കും സംശയമുള്ള ഒരു കാര്യമാണ്, ഒരു വാഹനം ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് വണ്ടിയൊന്ന് നിർത്തി റിവേഴ്സ് ഗിയർ ഇടുന്ന സമയത്ത് ചിലപ്പോൾ ഗിയർ വീഴത്തില്ല. അപ്പം വീഴാതിരിക്കുന്നതിൻ്റെ കാര്യം എന്താണ്? ഇത്തരത്തിൽ ഐഡിയൽ ആയിട്ടുള്ള ഒരു ഗിയറും ഇതിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും സാങ്കേതികമായിട്ടുള്ള ചെറിയ തടസ്സങ്ങൾ കൊണ്ടായിരിക്കും ഗിയർ വീഴാത്തത്. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളായിട്ട് 1-2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി. റിവേഴ്സ് ഗിയർ വീഴുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന 1-2 കാര്യം എന്ന് പറയുന്നത്, ഒന്ന് ക്ലച്ചും ബ്രേക്കും നിങ്ങൾ ഇത്തരത്തിൽ ചവിട്ടുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, റിവേഴ്സ് ഗിയറിലേക്ക് ഇടുന്നു, വീഴുന്നില്ല എങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ് ഗിയറിലേക്കോ സെക്കൻഡ് ഗിയറിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഗിയറിലേക്ക് ഇട്ടതിന് ശേഷം നിങ്ങൾ ഇത് ഇങ്ങനെ വലിച്ചിടുക.
അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് റിവേഴ്സ് ഗിയർ വീഴും. ഇനി അങ്ങനെ ഇട്ടിട്ട് നമുക്ക് ഗിയർ വീഴുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് വണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക. അതായത് വണ്ടിയുടെ എൻജിൻ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, നമ്മൾ ഫസ്റ്റ് ഗിയർ ഒന്ന് കൊടുക്കുക. അതിനുശേഷം ഏറ്റവും പതിയെ നമ്മൾ വണ്ടിയെ മുന്നോട്ടൊന്ന് മൂവ് ആക്കുക. അതായത് ഇത്തരത്തിൽ ഏറ്റവും പതിയെ ചെറുതായിട്ടൊന്ന് അനക്കി കൊടുക്കുക. ഒന്ന് അനക്കി കൊടുത്താൽ മതി. അനക്കി കൊടുത്തിട്ട് വീണ്ടും നമ്മൾ ന്യൂട്രലാക്കിയിട്ട് റൈറ്റ് സൈഡിലേക്ക് ചേർത്ത് പിടിച്ച് താഴോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് ഗിയർ ഇടാനായിട്ട് സാധിക്കും. എന്നാൽ ചില വാഹനങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ വണ്ടിയുടെ എൻജിൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക. അതായത് ഗിയർ ന്യൂട്രാക്കി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്ന് ആക്സിലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് RPM ഒരു നല്ല രീതിയിൽ ഒന്ന് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിലുള്ള ആ ഗിയറുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കറങ്ങി പെട്ടെന്ന് ചിലപ്പോൾ ആ ലോക്കൊക്കെ ഒന്ന് മാറാനും സാധ്യതയുണ്ട്. അങ്ങനെ 3-4 മെത്തേഡിൽ നമുക്കൊരു വാഹനത്തിൻ്റെ ഗിയർ റിവേഴ്സ് വീഴുന്നില്ലെങ്കിൽ ചെയ്യാനായിട്ട് കഴിയും. ഇനി നിങ്ങൾക്ക് ഒരു വണ്ടി 3 അല്ലെങ്കിൽ 4 സ്റ്റെപ്പിലൂടെ വണ്ടി റിവേഴ്സ് എടുത്ത് തിരിച്ചെടുക്കാനായിട്ടുള്ള ഒരു ട്രിക്കാണ് കാണിച്ചു തരുന്നത്. ഇത് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്ന്, നമുക്ക് സൈഡിൽ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ സ്പേസ് ഉണ്ടെങ്കിൽ, ഉദാഹരണം പറയാം ചെറിയ റോഡോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്പേസ് ഉണ്ടെങ്കിൽ അങ്ങോട്ട് കയറ്റി നമുക്ക് വണ്ടി തിരിക്കാം. ആ ഒരു മെത്തേഡ് നിങ്ങളെ കാണിക്കാം. ഒപ്പം തന്നെ നമുക്ക് ഒരു തരത്തിലുള്ള സ്പേസും ഇല്ല, റോഡിൻ്റെ സൈഡിൽ ആ റോഡിലുള്ള ചെറിയൊരു ഇട മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ എങ്ങനെ തിരിക്കാമെന്നുള്ളതും കൂടെ നിങ്ങളെ കാണിച്ചു തരാം. ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, തിരക്കുള്ള സ്ഥലങ്ങളിൽ ഒരു കാരണവശാലും നിങ്ങളിങ്ങനെ വണ്ടിയിട്ട് തിരിക്കരുത്. നമുക്ക് മറ്റൊരു തരത്തിലുള്ള തിരക്കും ഇല്ല. അങ്ങനെയുള്ള ഭാഗങ്ങളിൽ മാത്രം ഈ കാര്യം നിങ്ങൾ ചെയ്യുക. ഇപ്പം നിങ്ങൾ നോക്കുക, ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം എടുക്കുകയാണ്. ഇപ്പം തന്നെ ഇവിടെ മുന്നിലായിട്ട് നമുക്കത് വണ്ടി തിരിക്കാനായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. പക്ഷേ ഇവിടെ U-turn എടുത്ത് തിരിക്കാനായിട്ടുള്ള ഒരു ഇടയില്ല. എന്നാൽ ഇവിടെ നമുക്ക് റോഡിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് വണ്ടിയുടെ ബാക്ക് സൈഡ് കയറ്റി കഴിഞ്ഞാൽ ഈസി ആയിട്ട് തിരിക്കാം. ഇവിടെ നമ്മൾ ഫ്രണ്ട് കയറ്റി കഴിഞ്ഞാൽ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഫ്രണ്ട് കയറ്റിയിട്ട് നമ്മൾ വണ്ടിയുടെ ബാക്ക് ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഈ സൈഡിൽ നിന്ന്, അതായത് മുന്നിൽ നിന്നും പുറകിൽ നിന്നും വരുന്ന വണ്ടികളെ കാണാൻ കഴിയത്തില്ല. അതുകൊണ്ട് റിവേഴ്സ് എടുത്ത് തിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുക. മാക്സിമം ഈ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് തന്നെ ചേർന്ന് വരിക. ഇങ്ങനെ ചേർന്ന് വരുന്ന സമയത്ത് നമ്മൾ ബിഗിനേഴ്സിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, പലപ്പോഴും റോഡിൻ്റെ അതായത് വണ്ടിയുടെ ബാക്ക് സൈഡ് എവിടെയാണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി എടുക്കാനായിട്ട് കഴിയത്തില്ല, അല്ലെങ്കിൽ എവിടെ വെച്ച് തിരിയണമെന്ന് പിടികിട്ടത്തില്ല. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ സെക്കൻഡ് ഡോറിൻ്റെ ഈ ഒരു എൻഡ് ഭാഗം ഈ റോഡിൻ്റെ എൻഡുമായിട്ട് ഏകദേശം വരുമ്പോൾ നിങ്ങൾ വണ്ടി ചവിട്ടി നിർത്തണം. നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇത് ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ ചേർന്ന് വരുന്നു. നിങ്ങൾ നോക്കി, ആ റോഡിൻ്റെ എൻഡ് ഭാഗം ഏകദേശം ഈ ഗ്ലാസിൻ്റെ ഈ ഒരു ഭാഗത്താണ് കിടക്കുന്നത്. അപ്പോൾ അതിനർത്ഥം ഏകദേശം നമ്മുടെ വണ്ടി ഈ ഒരു റോഡിലേക്ക് ബാക്ക് സൈഡിലേക്ക് കയറാനായിട്ട് പറ്റുന്ന രീതിയിലാണ് വണ്ടി കിടക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇത് ഹാൻഡ് ബ്രേക്ക് വലിച്ചിടുന്നു, വെളിയിൽ ഇറങ്ങിയിട്ട് അത് നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ നോക്കുക, ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കുക, ഈ ഒരു റോഡിനോട് ഏകദേശം ചേർന്നാണ് വണ്ടിയുടെ ബാക്ക് സൈഡ് കിടക്കുന്നത്. ഇനി നമുക്ക് നേരെ വണ്ടി ബാക്ക് സൈഡിലേക്ക് കയറ്റിയിട്ട് റിവേഴ്സ് എടുക്കാനായിട്ട് കഴിയും. നിങ്ങൾ നോക്കുക, അതിനുള്ള എളുപ്പവഴി കാണിച്ചു തരാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ വണ്ടിയുടെ സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ടും ഇടത്തെ സൈഡിലേക്ക് തിരിഞ്ഞു കൊടുക്കുക. നമുക്കിപ്പോൾ വണ്ടിയുടെ ബാക്ക് സൈഡ് ഇടത്തെ സൈഡിലേക്കാണ് കയറേണ്ടത്. അതുകൊണ്ട് റിവേഴ്സ് ഗിയർ ഞാൻ കൊടുക്കുന്നു. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ട് പൂർണ്ണമായിട്ടും സ്റ്റിയറിംഗ് ഇടത്തെ സൈഡിലേക്ക് തിരിച്ചു കൊടുക്കുന്നു. ഇപ്പോൾ ഈ എൻ്റെ ക്ലിയർ ആയിട്ട് ആ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് കയറിക്കോളും. ഒപ്പം റൈറ്റ് സൈഡിലെ മിറർ നോക്കുന്നു, ലെഫ്റ്റ് സൈഡിലെ മിറർ നോക്കുന്നു. ഒന്ന് ജസ്റ്റ് തിരിഞ്ഞും കൂടെ നിങ്ങൾ നോക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ വണ്ടി ഇത് റോഡിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് ഇതിങ്ങനെ കയറി വരികയാണ്. ഓക്കെ, നിങ്ങൾ നോക്കിക്കേ, ഇപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് ഈ ഒരു ഭാഗത്തേക്ക് കയറിയിട്ടുണ്ട്. ഇനി വണ്ടി ജസ്റ്റ് ഒന്ന് ന്യൂട്രാക്കിയതിന് ശേഷം വണ്ടി കിടക്കുന്ന ഒരു പൊസിഷൻ നിങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരാം. നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡ് പൂർണ്ണമായിട്ട് ഈ ഒരു ഭാഗത്തേക്ക് കയറി. ഇനി നമുക്ക് ഈസി ആയിട്ട് അത് ഇവിടെ നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഒരു ബിഗിനറിനെ സംബന്ധിച്ച് സ്റ്റിയറിങ്ങിൻ്റെ പൊസിഷൻ കൃത്യമായിട്ടും സീറ്റിൽ നിന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ അതിന് ചെയ്യേണ്ടത്, നമ്മൾ ജസ്റ്റ് ഈ സൈഡ് ഗ്ലാസ് താക്കുക, ഫ്രണ്ടിലെ ടയർ ഒന്ന് നോക്കുക. ഇപ്പോൾ ഇടത്തെ സൈഡിലേക്ക് തിരിഞ്ഞാണ് കിടക്കുന്നത്. അതിന് ഇനി നമ്മൾ വീണ്ടും വലത്തെ സൈഡിലേക്ക് ആക്കുക. അപ്പം ടയറിൻ്റെ പൊസിഷൻ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ഒരു എംബ്ലം ഏകദേശം നേരെയാകുന്ന രീതിയിൽ ഒരു 1.5 റൗണ്ട് സ്റ്റിയറിംഗ് നിങ്ങൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിച്ചു കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഈ ഒരു സൈഡിലേക്കാണ് കിടക്കുന്നത്. ഞാനിതേ ഒരു 1/2 റൗണ്ട് തിരിക്കുന്നു. ഇപ്പോൾ ഈ എംബ്ലം നേരെയാണ്. വീണ്ടും ഞാൻ ഇവിടുന്ന് ഇതേ ഒരു റൗണ്ടും കൂടെ തിരിച്ചപ്പോൾ വണ്ടിയുടെ ടയർ ജസ്റ്റ് നേരെയായിട്ടുണ്ട്. ഇതത് മനസ്സിലാക്കാനായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് ജസ്റ്റ് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് ബ്രേക്ക് ഒന്ന് അയച്ചാൽ മതി. ഇപ്പോൾ നിങ്ങൾ നോക്കിയേ, നമ്മുടെ വണ്ടി നേരെയാണ് പോകുന്നത്. ഇനി നമുക്ക് അതനുസരിച്ച് വണ്ടി നേരെ വലത്തെ സൈഡിലേക്ക് ഓടിച്ച് പോകാനായിട്ട് സാധിക്കും. നമുക്ക് വലത്തെ സൈഡിലേക്കാണ് പോകേണ്ടത്. ജസ്റ്റ് സ്റ്റിയറിംഗ് വലത്തെ സൈഡിലേക്ക് ഓടിച്ച് നമ്മൾ പോകുന്നു. ഇനി ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്
അടുത്തൊരു മെത്തേഡാണ്. അതായത് നമുക്ക് എല്ലാ സാഹചര്യങ്ങളിലും ഇത്തരത്തിൽ വണ്ടി കയറ്റി തിരിക്കാനായിട്ടുള്ള സ്പേസ് എല്ലായിടത്തും കിട്ടണമെന്ന് നിർബന്ധമില്ല, പ്രത്യേകിച്ച് വില്ലേജ് റോഡിലൊക്കെ ഡ്രൈവ് ചെയ്ത് പോകുന്ന അവസരങ്ങളിൽ. അപ്പോൾ അങ്ങനെയുള്ള ടൈമിൽ നിങ്ങൾക്ക് ചെറിയ സ്പേസിലിട്ട് എങ്ങനെ വണ്ടി വളരെ വേഗത്തിൽ റിവേഴ്സ് എടുത്ത് തിരിക്കാമെന്നുള്ളത് നിങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരാം. ഇതും കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഒരു കാരണവശാലും തിരക്കുള്ള റോഡിലൊന്നും പോയി ഇത് ചെയ്യരുത്, പ്രത്യേകിച്ച് ടൗണിലൊന്നും ചെയ്യരുത്. നമുക്ക് തിരക്കില്ലാത്ത ചെറിയ സ്പേസുകളിലൊക്കെ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യാവുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുക. ഒപ്പം തന്നെ നിങ്ങൾ വരുന്ന റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് വരിക. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കുക, നമുക്ക് ഇവിടെ തിരിക്കാനായിട്ടുള്ള സ്പേസ് കുറവാണ്. അപ്പോൾ നമ്മളിങ്ങനെ മാക്സിമം ലെഫ്റ്റ് സൈഡിലേക്ക് ചേർന്ന് വരിക. ചേർന്ന് വന്നതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ട് വലത്തെ സൈഡിലേക്ക് ഒടിച്ചു കൊടുക്കുക. കാരണം നമുക്ക് വലത്തെ സൈഡിലേക്ക് കയറ്റിയിട്ട് വണ്ടി റിവേഴ്സ് എടുത്ത് തിരിക്കാനാണ്. പൂർണ്ണമായിട്ടും വലത്തെ സൈഡിലേക്ക് ഒടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു മെത്തേഡിലുള്ള ഒരു ട്രിക്ക് എന്ന് പറയുന്നത്, നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ടും തിരിച്ചു കൊടുക്കാനായിട്ട് മാത്രം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് ഇത് ഈ ഒരു ഭാഗത്തേക്ക് നമ്മുടെ വണ്ടി ഇങ്ങനെ വരികയാണ്. ഓക്കെ, ഇങ്ങനെ വരുന്നു. അതിനുശേഷം നമുക്ക് ഇവിടെ തിരിക്കാനായിട്ടുള്ള സ്പേസ് കുറവാണ്. വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു, റിവേഴ്സ് ഗിയർ കൊടുക്കുന്നു. ഇനി എൻ്റെ വണ്ടിയുടെ ബാക്ക് ഇടത്തെ സൈഡിലേക്ക് പോകണം. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് ഞാൻ സ്റ്റിയറിംഗ് ഇടത്തെ സൈഡിലേക്ക് ഒടിച്ചു പിടിക്കുന്നു, ലോക്ക് ആക്കുന്നു. മെല്ലെ ക്ലച്ചിൽ നിന്ന് അയച്ച് ചെറുതായിട്ട് ആക്സിലേഷൻ കൊടുത്തിട്ട് വണ്ടി ഇങ്ങനെ എടുക്കുന്നു. അതിനുശേഷം വീണ്ടും ഫസ്റ്റ് ഗിയർ കൊടുക്കുക. അതിനുശേഷം പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് വലത്തെ സൈഡിലേക്ക് ഒടിച്ചു കൊടുക്കുക. ദേ, അപ്പോൾ നമുക്ക് വളരെ വേഗത്തിൽ തന്നെ ഒരു വണ്ടി ഈസി ആയിട്ട് തിരിച്ചെടുക്കാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു സംശയം ഉണ്ടാകും, ഈ ഒരു ടൈമിൽ നമ്മൾ എങ്ങോട്ടൊക്കെയാണ് വണ്ടിയുടെ സ്റ്റിയറിംഗ് തിരിക്കേണ്ടതെന്ന്. നമ്മൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ, ഇപ്പോൾ ഉദാഹരണം പറയാം, നമുക്കിത് ഇവിടെ വണ്ടി തിരിക്കണം. ഇവിടെ തിരിക്കുന്ന അവസരങ്ങളിൽ നമുക്ക് ഏറ്റവും ആദ്യം നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ഏകദേശം ആ ഒരു ഭാഗത്തേക്കാണ് പോകേണ്ടത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നിങ്ങൾ സ്റ്റിയറിംഗ് വലത്തെ സൈഡിലേക്ക് ഒടിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കണ്ടില്ലേ, വലത്തെ സൈഡിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യണം, സ്റ്റിയറിംഗ് വലത്തെ സൈഡിലേക്ക് ഒടിച്ചു കൊടുത്ത് വണ്ടിയുടെ ഫ്രണ്ട് ആ ഒരു ഭാഗത്തേക്ക് കയറ്റുക. അതിനുശേഷം വീണ്ടും നമുക്ക് റിവേഴ്സ് എടുത്ത് വരുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡും ഇടത്തെ സൈഡിലേക്കാണ് പോകേണ്ടത്. അതിനെ നിങ്ങളെ കാണിച്ചു തരാം. ഞാനിത് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. ഇതേ വലത്തെ സൈഡിലേക്ക് ഞാനിത് ഇങ്ങനെ വണ്ടി അങ്ങ് എടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ വണ്ടി ഈ റോഡിൽ ക്രോസ് ആണ്. വീണ്ടും നീ റിവേഴ്സ് ഗിയർ കൊടുക്കുന്നു. ഇനി വണ്ടിയുടെ ബാക്ക് ഇടത്തെ സൈഡിലേക്കാണ് പോകേണ്ടത്. പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് ഇടത്തെ സൈഡിലേക്ക് തിരിച്ചു കൊടുക്കുന്നു. ജസ്റ്റ് ക്ലച്ച് എന്ന് അയച്ചിട്ട് ഇതേ വണ്ടി നേരെ ബാക്കിലേക്ക് എടുക്കുന്നു. കണ്ടില്ലേ, ഇവിടെ നമ്മൾ ചവിട്ടി നിർത്തി. വീണ്ടും ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ടും വലത്തെ സൈഡിലേക്ക് ഒടിച്ചു കൊടുത്തിട്ട് ഫ്രണ്ടിലേക്ക് എടുക്കുന്നു. നിങ്ങൾ നോക്കുക, പൂർണ്ണമായിട്ട് ഒടിച്ചു കൊടുക്കുന്നു, ഫ്രണ്ടിലേക്ക് എടുക്കുന്നു. കണ്ടില്ലേ, ഈസി ആയിട്ട് നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ ജസ്റ്റ് വണ്ടി ഓടിക്കുന്ന സമയത്തൊന്ന് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്ക് പറ്റാവുന്ന രീതിയിൽ മാക്സിമം കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. കൂടുതലായിട്ടുള്ള സംശയങ്ങൾ ഈ ഒരു വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നൽകുക. ഈ വീഡിയോ നമ്മൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജിലും കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു പേജും കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.